സംഭവങ്ങളൊക്കെ എന്താണേലും ഭയങ്കര രസമായിട്ടുണ്ട്. നമ്മുടെ ദിയാ കൃഷ്ണയും കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും പിന്നെ കുറേ കൃഷ്ണകൾ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്നൊക്കെ പറഞ്ഞ പോലെ ഇവർ 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 തുരുതുരാ വീഡിയോ ആണ് ഇന്നലെ. തുരുതുരാ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഒക്കെ നടക്കുന്ന സമയത്ത് ആൾക്കാർ ലൈവൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ കുറേ ചാനലിൽ വീഡിയോസ്. പിന്നെ അതിനു മുമ്പേ ദിയാ കൃഷ്ണയുടെ ഒരു വോയിസ് പുറത്തു വന്നായിരുന്നു. ഞാൻ നിന്നെ അടിക്കുവടി, ഞാൻ എൻ്റെ ഒരു കൈമതി എന്നൊക്കെ പറഞ്ഞ് ഒരു വെല്ലുവിളിയും ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അതാണേലും അവർ കട്ടിട്ടുണ്ട് എന്നുള്ളത് പ്രൂവ് ആയിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ കോടതിയിൽ. ഇനിയിപ്പോൾ കോർട്ടിൽ പോകുമ്പോൾ ഇത് എന്താവുമെന്ന് അറിയില്ല. ഇത് കോർട്ടിലേക്ക് പോകുമെന്നും അറിയില്ല. കാരണം പെണ്ണുങ്ങൾ മിസ്സിങ് ആണെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഭയങ്കര സംഭവമാണ്. എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരു ലൈക്കും 19 കമൻറ്റും 50 60 50 80 കമൻറ്റ് അങ്ങാണ്ടുണ്ടായിരുന്നു. ഒക്കെ തെറിയ. തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ നീ പോടാ മൈര, നീ പോടാ പുന്നാര മോനെ, നീ പോടാ എൻ്റെ ഭായി, ഞാൻ എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞത്? എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, ഇവർക്ക് കോടതിയിലും പോലീസിലൊന്നും പോകാനുള്ള സമയമില്ലേ? ഈ കൃഷ്ണകുമാർ ഒരു ലോക പൊട്ടണമെന്നുള്ളത് ഇന്നലെയും ഇയാൾ തെളിയിച്ചു. ഇയാളും തെളിയിച്ചു, ഇയാളുടെ മോളും തെളിയിച്ചു. ഇന്നലത്തെ വീഡിയോയിൽ പറയുന്ന കാര്യം ഞാൻ പിന്നെ പറയാം. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്, അതായത് ഒരുപാട് സമയം പിടിക്കും, ഞങ്ങൾ അവരുടെ ജീവിതം അങ്ങനെ ഇതായി പോകണ്ടെന്ന് കരുതി ആ പെൺകുട്ടികൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു കളയാം എന്നുള്ള ഒരു ലൈനായിരുന്നു. പിന്നെ ഇന്നലത്തെ വീഡിയോയുടെ പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ ഈ ടാക്സിൻ്റെ കാര്യം പുള്ളി 1-2 വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്. ഈ ടാക്സ് വെട്ടിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ ഒന്നും പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സൈഡിൽ ദിയാ കൃഷ്ണ ഇരിപ്പുണ്ട്. ദിയ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ മേളിലോട്ടും താഴോട്ടോ ഇയാൾ എന്തിനാ ഈ വേണ്ടാത്ത കാര്യമൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിൽ. പിന്നത്തെ ഒരു വലിയൊരു പൊട്ടത്തരമുണ്ട്, അത് ഞാൻ കേൾപ്പിച്ചു തരാം. വീഡിയോ ഞാൻ എന്താണെങ്കിലും വെക്കുന്നില്ല, ഇവരെ എപ്പോൾ എനിക്ക് കോപ്പറേറ്റ് അടിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു ലൈക്കും 50 കമൻറ്റ് കുറച്ച് മാന്യമായിട്ടുള്ളത്. 100 കമൻറ്റ് ഉണ്ടായിരുന്നു, അതിൽ കുറേ കമൻറ്റ് യൂട്യൂബ് അടിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും വെക്കാത്തത്. നമ്മളെ ടാർഗറ്റ് ചെയ്യാണ്. എന്ത് ടാർഗറ്റല്ലേ? അപ്പോൾ ഞാൻ ഈ ചില ഭാഗങ്ങൾ വെക്കാം. ഇത് സീ മലയാളം അതിൽ വന്നതാണ്, സീ മലയാളം ന്യൂസ് അതിൽ വന്ന ചില ഓഡിയോ മാത്രം കേൾപ്പിക്കാം. വാങ്ങിച്ചിട്ട് വിഡ്രോ ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ പരാതി കൊടുക്കുമ്പോൾ സിമ്പിൾ, നമ്മുടെ രണ്ടുപേരുടെ ബുദ്ധിയിൽ എന്താ തോന്നുന്നത്, ആ കുട്ടികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, ആ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, പൈസ വന്നിട്ടുണ്ടോ നോക്കുക, ശരി ദിയയ്ക്ക് കൊടുക്കണമെങ്കിൽ വിഡ്രോ ചെയ്യണം. അപ്പോൾ വിഡ്രോയിലും സ്റ്റേറ്റ്മെൻറ്റ് വരും, വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെടും, വന്നിട്ടില്ലെങ്കിൽ അവർ പെടും. ഇത്രയും മാത്രം നോക്കിയാൽ മതി. ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതായിട്ടുള്ള വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം കാര്യക്ഷമമായി പോകുന്നു എന്നതാണോ മനസ്സിലാക്കുന്നത്? അത് അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ രാവിലെ ഈ ഒരു വാർത്ത വന്നത്. എന്നിട്ട് അവർ പരിശോധിച്ചു, അവർ പൈസ എടുത്തതായി കാണുന്നുണ്ടെന്ന ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ എൻ്റെ സ്റ്റോറിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു 4-5 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ മാന്യമായി എൻ്റെ അടുത്ത് പെരുമാറി, എൻ്റെ അടുത്ത് എല്ലാ ഡീറ്റെയിൽസും അവർ ചോദിച്ചു. ഈ പോലീസുകാർ അല്ലെങ്കിൽ ടാക്സിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ ആരായാലും മാന്യമായിട്ടല്ലാതെ മോശമായിട്ട് എന്തിനാണ് പെരുമാറുന്നത്? മോശമായിട്ട് ഇടപെടണമെന്നാണോ ഈ പറഞ്ഞത്? ഇത് കഴിയുമ്പോൾ ഒരു ഡയലോഗുണ്ട്, അയ്യോ ദൈവമേ, എനിക്ക് ചിരി വന്നിട്ട്, അയ്യോ 69 ആളോ അറിയില്ല, അതിൽ കൂടുതലുണ്ട്. ഈ മറ്റേ വീട്ടിൽ നിന്നൊക്കെ ഒരു കളവൊക്കെ നടന്ന വീടുകളിൽ ഈ ചില പെണ്ണുങ്ങളുണ്ട്, ഈ കഴുത്തിൽ നിന്ന് ഈ മാല പൊട്ടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ. മാല പൊട്ടിച്ചു പോയി, ആൾ പോയി. അപ്പോൾ പോലീസ് വന്ന് ചോദിക്കുമ്പോൾ മാല 1.5 പവനായിരിക്കും. ഇവർ എടുപ്പിന് അങ്ങ് പറഞ്ഞു കളയും, അത് 4 പവൻ ഉണ്ടായിരുന്നു സാറേ, 4 പവൻ. പോലീസുകാരെ ഇങ്ങനെ നോക്കും. ഒരു 4 പവൻ്റെ മാല കഴുത്തിൽ നിന്ന് പിടിച്ച് വലിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ കഴുത്തിൽ എന്താണെങ്കിലും പാട് കാണും. ഭയങ്കര ഒരു ഇഞ്ചുറി ആയിരിക്കും അത്. പോലീസുകാരെ ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ പയ്യെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ബാക്കിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് കഴുത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് പോകും. അപ്പോൾ പോലീസുകാർക്ക് അത്രയും ബുദ്ധി ഉണ്ടെന്നുള്ളത് ഇവർക്ക് അറിയില്ല കേട്ടോ. ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ്, ഇവർ ഭയങ്കര രാക്ഷസനും രാക്ഷസികളും. ഇപ്പോൾ ഒരു 1.5 പവൻ്റെ മാല 4 പവനാവും. 69 ലക്ഷം, ആദ്യം 63 പിന്നെ 50,000 കാര്യം എന്തോ പറയുന്നുണ്ടായിരുന്നു. 50,000 സ്റ്റോക്ക് നീ എങ്ങനെ വിറ്റു എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ച് അത് 69 ലക്ഷമായി. ഇനിയിപ്പോൾ അത് അടുത്തത് അതിൽ കൂടുതലുണ്ടെന്ന് ആ ഓഡിയോ ഞാൻ കേൾപ്പിച്ചത്. ചോദിച്ച എല്ലാം ഞാൻ തക്കതായി അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രേ റിക്വസ്റ്റ് ചെയ്തുള്ളൂ, പ്ലീസ് സത്യം ജയിക്കണം, നിങ്ങൾ ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. ബിക്കോസ് എനിക്കും അറിയാൻ വയ്യ ഇവർ കൃത്യമായി എത്ര എടുത്ത. ഞാനൊരു ഊഹമാണ് ഈ 69 lakhs പറഞ്ഞിരിക്കുന്നത്, പക്ഷേ എൻ്റെ മനസ്സ് ഇപ്പോഴും പറയുന്നു അതിൻ്റെ മുകളിലാണ് പോയിരിക്കുന്നത്. ഒരു പക്ഷെ വലിയ
ഓ, അതിൻ്റെ മുകളിലാണ് പോയി. എന്താണ് എന്ത് എന്ത് ചിരി, ഭയങ്കര ചിരി, ഭയങ്കര സന്തോഷം. ഓ, ആ എക്സ്പ്രഷനൊക്കെ കാണണം. വീഡിയോ എനിക്ക് വെക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമമാണ്. ഇത് ഇന്നലെ സി മലയാളം ന്യൂസിൽ വന്നതാണ്. എനിക്കിപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ 19 മണിക്കൂറാണ് കാണിക്കുന്നത്. നിങ്ങളൊന്ന് പോയി കാണണം കേട്ടോ. ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, എന്താ ചിരി, എന്താ ഒരു ഇത്. ഓ, പെയിൻറ്റിൻ്റെ ഒരു പരസ്യമുണ്ട്. അപ്പോൾ അതിൽ ഒരു വണ്ണമുള്ള ചേച്ചിയും ഒരു പ്രായമുള്ള അമ്മൂമ്മയും ഇങ്ങനെ ചിരിക്കുമല്ലോ. അമ്മാതിരി ചിരിയാ അത്. ഭയങ്കര സന്തോഷം പുള്ളിക്കാരിക്ക്. എന്താണേലും ഇവരുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്നുള്ളത് ഏകദേശമൊക്കെ പ്രൂവ് ആയി കഴിഞ്ഞു. ഇപ്പോഴും ഞാൻ പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ കോടതിയിലായിട്ടോ, SM കോർട്ട്, HC അല്ല, ഇത് SMC സോഷ്യൽ മീഡിയ കോടതിയിലാണ് പ്രൂവ് ആയിട്ടുള്ളത്. എന്താണേലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. ഇതിനകത്ത് കുറേ ഉണ്ട് ഇങ്ങനെ തമാശ. എന്നിട്ട് ഇവർ ക്ലീൻ ചെയ്യില്ല. ഞാനത് പറഞ്ഞാൽ ഇവരിങ്ങനെ നിൽക്കും. ഞാൻ അവരുടെ മുമ്പിൽ ചെന്ന് എല്ലാവരുടെ മുമ്പിൽ, പ്രഗ്നൻ്റ് ആയ ഞാൻ ഇപ്പോൾ 8 മാസത്തിൽ പോലും അവിടെ പോയി കുരിഞ്ഞ് കമന്ന് കിടന്നത് ഫുൾ ക്ലീൻ ചെയ്യുമായിരുന്നു. അപ്പോൾ പോലും എന്നോട് വാക്ക് പറയില്ല, നമ്മൾ ചെയ്യണോ എന്ന് ചോദിക്കത്തില്ല. കാര്യം അവർ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവരല്ലേ, അവരെങ്ങനെ തറോടയ്ക്കും. ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛനെ നോക്കുകയാണ്. ഞാൻ ഇവർക്ക് അഗെയിൻസ്റ്റ് ഒന്നല്ല, പക്ഷേ ഈ വക ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതെന്താണിത്? ഓ, എനിക്ക് വീഡിയോ വെക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ വെറുതെ കോപ്പിറൈറ്റ് മേടിക്കണം. ഇപ്പോഴേ 2 കോപ്പിറൈറ്റൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഒരെണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ ഇതായി പോകും. ഞാൻ അതുകൊണ്ട് കുറേ നാളായിട്ട് ഇത് വീഡിയോസ് ഒന്നും വെക്കാറേ ഇല്ല. എന്താണേലും ഇത് ഭയങ്കര സംഭവമാണ് ഇവർ. യും ഒപ്പം ഈ ജീവനക്കാരികളുടെയും ഒരു ശബ്ദ സംഭാഷണം സി മലയാളം ന്യൂസ് പുറത്തു വിട്ടിരുന്നു. അത് കണ്ടു കാണുമല്ലോ. സ്വാഭാവികമായിട്ട് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇതുവരെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും. ആക്ച്വലി എന്നെ മീഡിയ മുഴുവൻ എന്നെ സഹായിച്ചു. പക്ഷെ അതിനകത്ത് ഈ വീഡിയോ ഉണ്ടല്ലോ, കണ്ടവർക്ക് ഇനി ഒന്നും പറയാനില്ല. കാരണം അതിനകത്ത് ഇവിടെ രോഷം വന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട്. എനിക്കത് ചീത്ത വിളി കേൾപ്പിക്കാൻ വേണ്ടി അവർ പുറത്ത് വിട്ട വീഡിയോ. പക്ഷെ അതിനകത്ത് ഇവർ മുഴുവൻ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ. ഇത് എങ്ങനെ അവരെ പുറത്ത് വിട്ടു, അല്ലെങ്കിൽ നിങ്ങളെ കിട്ടി ഞങ്ങൾ അത്ഭുതപ്പെടുക. എത്ര രൂപയാണ് പറ്റിച്ചിരിക്കുന്നത്? ചേച്ചി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ. ചേച്ചി നിങ്ങളെ വിളിച്ചിട്ടോ പല്ലടിച്ചാ പൊട്ടിക്കും. എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക്. നിങ്ങളോട് നിങ്ങൾ സത്യം പറയാലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെക്കാൾ തറ സൈഡ് എനിക്കുണ്ട്. അത് കാണിപ്പിച്ചു. നിങ്ങളെക്കാൾ തറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. ഒന്ന് കേൾക്കാൻ വയ്യല്ല സുനിശ്ചിത ഞാൻ പോകുന്നു പറ. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രം ഉണ്ട് 55,000. അതല്ലാതെ 1000 വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാവയോ, നിങ്ങൾക്ക് മുമ്പയോ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി, എന്റെ കോപ്പ് കുറച്ചൊക്കെ തീർന്നു. അതിന് ഉച്ചവരെ, മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് കൂടെ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവുകയാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നു, മണ്ണെണ്ണ എടുത്ത് ഉഴാൻ ചോദിച്ചുകൊണ്ടിരുന്നു. മനസ്സിലായില്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളാണ് നിങ്ങൾ ഇറങ്ങി. മനസ്സിലായില്ലേ? ഒരു പെണ്ണാണ് ഞാനെന്ന് പറഞ്ഞത് നിങ്ങൾ എന്നെ മഴ തിരിഞ്ഞിക്കൊണ്ടിരിക്കുന്നു ഞാൻ. കേട്ടാ ചേച്ചി സോറി ചേച്ചി. സോറി ആകെ സോറി. ആർക്കതായി സോറി പറയണം? ആദ്യം തന്നെ സോറി കണ്ടിട്ടല്ലോ. എഴുതി വെച്ചോ. യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ കൊല്ലും. യൂട്യൂബിലൂടെ നിങ്ങളുടെ ഫ്യൂച്ചേജ് ഞാൻ കൊല്ലും. നിങ്ങൾക്ക് ലോകത്തെവിടെയും പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും. മനസ്സിലായല്ലോ? ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ പ്രൊഫൈൽ പിക്ചർ ഇടൂല. അത് ഇന്ന് നിങ്ങൾ നിർത്തും. ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ്. ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും. മനസ്സിലായല്ലോ? നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു. ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ മിസ്റ്റേക്സ് കാണിക്കല്ലേ, പ്ലീസ് 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 എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി. നിങ്ങൾ അനിയത്തിമാരെ പോലെ കണ്ടു നോക്കി. ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി. ഞാൻ ചെയ്തിട്ട് എന്നോട് നിങ്ങൾ ചെയ്ത് എന്താണ്? നിങ്ങൾ എന്താ എന്നോട് ചെയ്ത്? പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ, ഇപ്പൊ ദില്ലിക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ, അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
കാര്യം അവർക്ക് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത്. അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ്. തന്റെ അച്ഛൻ എടുത്ത സ്റ്റോക്കാണോ ദിവ്യ? അത് തന്റെ അച്ഛൻ മൈസൂരിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത്? ദിവ്യ, ആ ട്രെയിൻ കയറി മൈസൂരിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത്? അല്ല ചേച്ചി. അല്ല, പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത്? അത് ആരോട് ചോദിച്ചിട്ട് ദിവ്യ വിറ്റു? 55,000 രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു?